ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ കാണാം. ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഒരുപാട് നാളായി പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. അനിയത്തിയുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പോകുന്നത്. ഏകദേശം ഒരു 3-3:30 ആയ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്ത് എനിക്ക് പരിചയമില്ല. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അച്ഛൻ ഗേറ്റ് അടച്ചിട്ട് വണ്ടിയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവനത് കണ്ടിട്ട് അച്ചാച്ചൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയണ ഒരു സീനാണ് നിന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അച്ചാച്ചൻ കുട്ടിയാണ് ഏകദേശം. നമ്മൾ ആദ്യം ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിലാണ് കയറിയത്. സ്വർണ്ണത്തിനൊക്കെ എന്താ വില അല്ലേ? എങ്കിലോ സ്വർണ്ണക്കടയിൽ ഫുള്ള് തിരക്കുമാണ്. നമ്മൾ പോയിട്ട് വളയാണ് നോക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അമ്മ ഇങ്ങനെ എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ എൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടില്ല. അവസാനം ഞങ്ങൾ ശരി അമ്മ തന്നെ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മോനാണെങ്കിൽ ഫുള്ള് കുറുമ്പ് കാണിച്ച് അങ്ങോട്ടും കൂടെ ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം അവനെയും കൊണ്ടിട്ട് മുകളിൽ അവന് പ്ലേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഏട്ടൻ വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കളിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവനെയും കൊണ്ടുപോയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് കളിക്കാൻ കൊണ്ടുപോയി. അവനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഫുള്ള് കളിയായിരുന്നു. മോനായാലും ഒരുപാട് നാളായി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് പുറമേയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും അവനെ അവിടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു. മോനിങ്ങനെ എന്നോട് ഇറങ്ങട്ടെ അമ്മയെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ എൻകറേജ് ചെയ്തു, നീ ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനും അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് അവനും ഇങ്ങനെ അതിൽ ഇറങ്ങി കളിക്കാനൊക്കെ തുടങ്ങി. അവസാനം നമ്മൾ 2 വള എടുത്തിട്ടുണ്ട് മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ അവസാനം അവിടെ നിന്ന് നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. അപ്പോൾ മോൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ജ്വല്ലറിയുടെ തൊട്ട് അപ്പുറത്തുനിന്നുള്ള ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നടക്കേണ്ടൊന്നും വന്നില്ല. അവിടെ കയറി ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി കുറേ സെലക്ട് ചെയ്തു. അങ്ങനെ അവസാനം അവിടെ നിന്ന് ഒരു 2 ഡ്രസ്സ് മോൾക്ക് വേണ്ടി എടുത്തു. പിന്നെ മോന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രസ്സ് വീട്ടിലിടാനും ഒരു ഡ്രസ്സ് നല്ലൊരു ഡ്രസ്സായിട്ടും ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെയും എൻ്റെ മോൻ്റെ കുറുമ്പിനൊന്നും യാതൊരു കുറവുണ്ടായിരുന്നില്ല. അവൻ ഫുള്ള് ടെക്സ്റ്റൈൽ ഫുള്ള് ഓടുമായിരുന്നു. അതിൻ്റെ പിന്നാലെ ഞാൻ ഓടുമായിരുന്നു. എപ്പോഴാണ് വീഡിയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നാലെ പുറകിൽ അവൻ ഓടുമ്പോൾ പിന്നാലെ ഓടുകയാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി ശരി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് പോയത്. എനിക്ക് വെജിറ്റേറിയനോട് വലിയ താല്പര്യമില്ലെങ്കിലും കൂടുതലുള്ളവർക്കൊക്കെ അതായിരുന്നു താല്പര്യം. അപ്പോൾ നമ്മളും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി.
അച്ഛനും അമ്മയ്ക്കും നെയ് റോസ്റ്റും, മോനാണെങ്കിൽ ഒരു ഉഴുന്നുവടയും, ഡ്രൈവർ ചേട്ടന് വേറെ ഒന്നും വേണ്ട, ചായയും വടയും മാത്രം മതി പറഞ്ഞിട്ട് ആ ചേട്ടൻ അതും. എനിക്ക് മസാല ദോശ, വെജിറ്റേറിയൻ പറഞ്ഞാൽ എനിക്ക് മസാല ദോശയാണ്. അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ അവന് ഐസ്ക്രീം വേണമെന്നായി. പിന്നെ അങ്ങനെ ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഐസ്ക്രീം തുറന്നു കൊടുക്കണം പറഞ്ഞിട്ടായിരുന്നു പിന്നെ അവൻ്റെ വാശി മുഴുവൻ. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് അതെല്ലാം കയ്യിൽ കൊടുത്തു. അത് ഇങ്ങനെ കാറിൽ ഫുള്ള് കയ്യിൽ പിടിച്ചിട്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ കാറിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി പാലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇന്നലെ വരെ നല്ല നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്ന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. ചെറുതായിട്ട് സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല മീൻ കണ്ടു. അപ്പോൾ ശരി മീൻ കുറച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. സത്യത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഇങ്ങനത്തെ കുറേ മീനുകളെക്കുറിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യണത് കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും അധികം ഇങ്ങനെ മീൻ കഴിക്കുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് അവിടെ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെയും സ്റ്റോപ്പില്ല. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്, കുറച്ച് ബോറടിപ്പിക്കുന്ന കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ മാക്സിമം ഇതെല്ലാം പരിഹരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ ദിവ്യ. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.